ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ആദ്യം ഞാൻ എണ്ണീറ്റ് പല്ല് തേച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാങ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് റീപോട്ട് ചെയ്യുകയാണ്. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ ഒരു ചെറിയ പോട്ടിലിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല അതിൽ മണ്ണൊക്കെ തീർന്നു. ഇപ്പോൾ ഏകദേശം 1.5-2 വർഷം കഴിഞ്ഞു അത് ഇതിൽ തന്നെ ഇരിക്കുന്നു. ഇടയ്ക്ക് വളമിട്ട് കൊടുക്കുമായിരുന്നു, പക്ഷെ അത് കണ്ടോ ഫുൾ മണ്ണും ഒക്കെ പോയി തുടങ്ങി. അതുമാത്രമല്ല ഇന്നലെ വെള്ളമൊന്നും ഒഴിച്ചില്ല. അപ്പോൾ വേനലായതുകൊണ്ട് ഇച്ചിരി വാടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി റീപോട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇളക്കി കണ്ടു, ഒട്ടും മണ്ണില്ല ഇപ്പോൾ. ഇനി നമുക്കിത് ആ വൈറ്റ് പോട്ടിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് എക്സ്ട്രാ എടുത്തു. ഇനി അതിലേക്ക് ഞാൻ ഇന്നലെയൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്ന വളമുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കണം. ചിലർക്ക് സംശയം ഉണ്ടാവും ഇങ്ങനെ എപ്പോഴും വളം വാങ്ങിക്കാൻ പോവാക്കെ ബുദ്ധിമുട്ടല്ലെന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കേണ്ടത് ഞാനിങ്ങനെ വളം വാങ്ങിക്കുക മാത്രമല്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോയുടെ അവസാനം ഉണ്ട്, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ ആ വളം ഇന്നലെ മേടിച്ച് കുറച്ച് വളം, അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടെങ്കിൽ അറിയാം എല്ലാവർക്കും ഞാൻ എന്തൊക്കെ മേടിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനിപ്പോൾ ഈ പുതിയ ഇച്ചിരി കൂടെ വലിപ്പമുള്ളൊരു പോട്ടാണിത്. അപ്പോൾ ഇത് ഹാങ്ങിങ് പോട്ടാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഡ്രെയിനേജ് ഹോളൊക്കെ ഞാൻ ഇട്ടിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇനിയിപ്പോൾ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഈ മണ്ണ് നിറയ്ക്കുകയാണ്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 1/2 പാത്രം ഞാൻ മണ്ണ് നിറച്ചു. അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ചെടി വെച്ച് കൊടുത്തത്. നമ്മൾ ഇപ്പോൾ മാറ്റിയെടുത്തില്ലേ, ആ ചെടിയാണ് തന്നെയാണ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അതിങ്ങനെ തന്നെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പം അതിനകത്ത് കരിഞ്ഞ ഇലയൊന്നും ഞാൻ മാറ്റിയില്ല, കാരണം ഞാൻ ഇതിൻ്റെ മീതെ മണ്ണിടുമ്പോൾ അതും വളമായിട്ട് പൊയ്ക്കോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കരിഞ്ഞ ഇല മാറ്റിയില്ല. അപ്പം ഞാൻ അത് മണ്ണിട്ട് ഒന്ന് മൂടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളം മാത്രം തന്നെയല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ ഇതിന് പണ്ടൊരിക്കൊരു വീഡിയോയിൽ ഞാൻ വെജിറ്റബിൾ വേസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാം അത് ഞാൻ എങ്ങനെ വെച്ചിരിക്കുന്നതെന്നുള്ളതും. അതുപോലെ തന്നെ വേറൊരു സ്ലറി, അതായത് നമ്മുടെ കടലപ്പിണ്ണാക്കില്ലേ, അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്ലറി, അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കാണിച്ചു തരാം. അപ്പോൾ അതായത് ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വീണ്ടും അതിലേക്ക് കുത്തി വയ്ക്കുകയാണ്. കാരണം അപ്പം നല്ല ബുഷിയായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അതുപോലെ തന്നെ മദർ പ്ലാന്റിൽ നിന്ന് 2 തൈ എടുത്തുകൊണ്ട് വന്നു. ഇത് 2 സെയിം പ്ലാന്റ് തന്നെയാണ്. ഒന്ന് വെയിലത്തിരിക്കുന്നതും ഒന്ന് വെയിലത്തിരിക്കാതെ ഇരിക്കുമ്പോൾ ഉള്ള കളർ വ്യത്യാസമാണ്. ഇപ്പം ഞാൻ ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും നല്ല കട്ടി വെയിലത്തിരുന്നതാണ്. അതാണ് കറക്റ്റ് കളർ അതിന് കിട്ടിയത്. പക്ഷേ ഇതിപ്പോൾ മറ്റേ ഹാങ്ങിങ് പോട്ട് എപ്പോഴും അകത്തല്ലേ ഇരിക്കുന്നത്, അതായത് ഒരു ഷെയ്ഡിൻ്റെ അകത്തായിരിക്കുമല്ലോ. അപ്പോൾ അതിനൊരിച്ചിരി പച്ച കൂടുതലായിരിക്കും. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം സെയിം കളറായിട്ട് മാറുന്നത് കാണാം. അപ്പോൾ ഞാനിത് ബുഷിയായിട്ട് വരാൻ അതിൽ പ്ലാന്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം വേനലല്ലേ. അപ്പം ചിലപ്പോൾ ഇപ്പോൾ നട്ടതൊക്കെ വാടാം. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതായിരുന്നു നേരത്തെ ഞാൻ വെച്ചിരുന്നൊരു സിറ്റുവേഷൻ. പല പോട്ട് പല സൈസൊക്കെ ആയിരുന്നു. ഇനി ഞാൻ വൈറ്റും ബ്രൗണും മാത്രം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി. അപ്പം ഞാൻ പിന്നെ ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓൾറെഡി എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഉള്ളിയായാലും മുളകായാലും ഇഞ്ചിയായാലും കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകി ഇതുമാതിരി വെക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേശ്ശെ ഉള്ളി, കറിവേപ്പില, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, കുറച്ചും മല്ലിയിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2 പച്ചമുളക് ഞാൻ ഒടിച്ചിടുക ചെയ്ത്, അതിനുശേഷം ഒരു ഇഞ്ചി ഇത്രയും എടുത്തില്ല, അതിൻ്റെ പകുതി അതിൽ ഞാൻ കട്ട് ചെയ്താൽ ഇട്ടത് അത്. അതിനുശേഷം ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് വൈറ്റ് ചമ്മന്തിയാണ്, അല്ലാണ്ട് ചുമന്ന ചമ്മന്തിയല്ല. പിന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്തു, അതുപോലെ തന്നെ പുളിയും ഇത്രയും ആഡ് ചെയ്തിട്ട് ഞാൻ അരച്ചെടുത്തു. അപ്പോൾ ഇത് കട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്, ഇതിൽ കടുവറുക്കുന്നൊന്നുമില്ല. അതിനുശേഷം ദോശയും കൂടെ ചുട്ടെടുത്തു. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയാണ്. എനിക്ക് ഏറ്റവും എളുപ്പം ദോശയും ചമ്മന്തി ഉണ്ടാക്കാനാണ്. അതുകൊണ്ട്
മിക്ക ദിവസങ്ങളിലും ദോശ ചമ്മന്തി തന്നെ കാണും. ഇനി നമുക്ക് ഇത് കഴിച്ചിട്ട് ബാക്കി പോട്ടൊക്കെ റെഡിയാക്കാം, റീപോട്ട് ചെയ്യാം എല്ലാ ചെടികളും. അപ്പം ഞാനിപ്പോൾ ദോശയും ചമ്മന്തിയാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീപോട്ട് ചെയ്യാം. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് റീപോട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ വൈറ്റും ബ്രൗൺ ചട്ടി മാത്രമായിട്ട് ആക്കി കണ്ടതിലൊക്കെ നട്ടു. പിന്നെ കുറേ ചെടികളൊക്കെ എടുത്ത് പറിച്ച് കളഞ്ഞിട്ട് ചെറുതായിട്ട് അതിൽ ചെടിയുണ്ട്, അത് വളർന്നു വരുമ്പോഴേ കാണുള്ളൂ. അപ്പോൾ അതിലൊക്കെ നട്ടിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചു നന്നായിട്ട് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോയി. അപ്പോൾ അതിനു വേണ്ടി നേരത്തെ വെച്ചിരുന്ന മുരിങ്ങയില വെച്ചുള്ള ഒരു പരിപ്പ് കറി, മുരിങ്ങയിലയും പരിപ്പ് കറിയും കൂടെ വെച്ചു. ഇതിൻ്റെ ഷോർട്സ്, അതായത് ഫുൾ റെസിപ്പി ആയിട്ടുള്ള ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്തേക്കാം, അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. അതുകൂടാതെ അവിയൽ, പപ്പടം, ഫിഷ് ഫ്രൈ. ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഞാൻ കഴിക്കില്ല ഫിഷ് ഫ്രൈ ഒന്നും. ഇതൊക്കെയായിരുന്നു ഉച്ചയ്ക്കുള്ള ഊണിനുള്ളത്. അതായത് അവിയൽ, പരിപ്പ്, ഫിഷ് ഫ്രൈയും പപ്പടവും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കപ്പലണ്ടി പിണ്ണാക്ക് വെച്ചിട്ടുള്ള ഒരു സ്ലറി, അതാണിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ പാത്രം ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻപേയും ഇതുമാതിരി ഉണ്ടാക്കി വെച്ചിരുന്ന പാത്രമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ 2 ദിവസം ആയിട്ട് ഞാൻ ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ട്, ഇത് ഇന്നത്തെ കഞ്ഞിവെള്ളം. അങ്ങനെ എല്ലാം കൂടെ ഏകദേശം ആ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം വിട്ട് ബാക്കി മുഴുവനായിട്ട് ഞാൻ നിറച്ചു അതിലേക്ക്. ഇത് കഞ്ഞിവെള്ളമാണ്, വെറും വെള്ളമല്ല, കഞ്ഞിവെള്ളമാണ്. ഞാൻ സ്ലറി ഉണ്ടാക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ്, അത് പുളിച്ച കഞ്ഞിവെള്ളം. അപ്പോൾ ഇത് കണ്ടോ, ഏകദേശം ഇനി 1/4 ഭാഗം കൂടെ ഉള്ളൂ. അപ്പം ഇതാണ് കപ്പലണ്ടി പിണ്ണാക്ക്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഞാനിത് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. കാരണം ഇത് എല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാണിച്ച വീഡിയോയിൽ മുഴുവൻ ആഡ് ചെയ്യണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടോ, ഇത് കണ്ട താഴെ ഇങ്ങനെ വന്ന് കിടക്കും. നമ്മൾ ഡെയിലി ഇതിങ്ങനെ കുലുക്കി കൊടുക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ആയിക്കോളും. അവസാനം ഒരു 2-2.5 ആഴ്ച കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ്, പക്ഷെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പഴത്തൊലിയാണ്. ഞാൻ 2-3 ദിവസത്തെ പഴത്തൊലി ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും ഒരു 2-2.5 ആഴ്ച കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ആവും. ഇതിൻ്റെ കൂടെ അലുത്ത മാതിരിയാവും. ഇതും ഗുണമുള്ളതാണ് ചെടിക്ക്. അപ്പോൾ ഈ വളം ഇനി ഞാനൊരു 2.5-3 ആഴ്ച കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ. അതായത് ഇത് നേർപ്പിച്ച് ഒഴിക്കത്തേ ഉള്ളൂ. 1 കപ്പ് ഇത് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 5 ലിറ്റർ വെള്ളമെങ്കിലും ആഡ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതേ കണ്ട പഴത്തൊലി അവിടെ വന്ന് സെറ്റിലായി. ഇത് കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാണ്ടാവും, അതുമാതിരിയാവും. ഡെയിലി ഒന്ന് കുലുക്കി കൊടുക്കണം, ഇളക്കി കൊടുക്കണം. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് ശർക്കരയുണ്ട്, അത് പൂത്തുപോയി. അപ്പം കണ്ടോ അവിടെ പൂത്തുപോയത്. അപ്പം ആ പൂത്ത ശർക്കര ഇനി വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അതും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ശർക്കരയും നല്ലതാണ് ഇങ്ങനെ സ്ലറി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ അതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇതും അലുത്തലുത്ത് വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് ഒരു സ്ലറി ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനി എല്ലാ ദിവസവും ഞാനൊന്ന് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കണം. കാരണം ഇതിന് ഭയങ്കര സ്മെല്ലായിരിക്കും, ഭയങ്കര രൂക്ഷ ഗന്ധമായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നല്ലതായിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് കുലുക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അതായത് എല്ലാ ദിവസവും 1 പ്രാവശ്യമെങ്കിലും ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ 2 കളറുകളങ്ങനെ ഡ്രസ്സും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ക്ലീനാക്കി കഴിഞ്ഞ് ഞാൻ ഉടനെ ആ കൈയോടെ അതും കൂടെ ഒന്ന് കഴുകിയിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ ഞാൻ അതിൽ കഴുകി. പിന്നെ ചെടി നടുന്ന ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ഒട്ടും സമയം കിട്ടില്ല. എല്ലാം ഇങ്ങനെ നമുക്ക് 24 മണിക്കൂർ തികയാത്ത മാതിരി തോന്നും.
പക്ഷെ എന്നാലും അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഇതിൽ കളർ ഇളകുന്ന 2 തുണികളായിരുന്നു. അപ്പോൾ ഇത് അത്രയും ഇളകിയില്ല, ഡ്രസ്സിൻ്റെ കളറൊന്ന് ഇളകിയിരുന്നു. അത് കഴിഞ്ഞ് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ എല്ലാം ഇത് എപ്പോഴും പാത്രം കഴുകുന്ന കാണിക്കണം എന്തിനാന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കഴിഞ്ഞ്. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്ന വളമാണ് ഈ വെജിറ്റബിൾ വേസ്റ്റ് കൊണ്ട്. അതായത് വേവിച്ച വെജിറ്റബിൾ അല്ല, നമുക്ക് തൊലികളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പം സവാളയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രിഡ്ജിൽ കേടായിട്ടിരിക്കുന്ന, അപ്പോൾ അതിൻ്റെയാണ് ഈ വളം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന സ്ലറിയാണിത്. ഇപ്പോൾ വൈറ്റ് പാത്രം ആയതുകൊണ്ട് അതിൻ്റെ കളർ ശരിക്കും മനസ്സിലാവുന്നില്ല. എന്നാലും ഇതേ കണ്ടോ, ഈ ബക്കറ്റിലിട്ടപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, നല്ല ഡാർക്ക് കളറാണ് അതിന്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന സ്ലറി. ഇതും ഞാൻ നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിക്ക് ഗുണമാണ് ഉണ്ടാവുന്നത്. അതെ, ഇതാണ് ഞാൻ ഇടുന്ന വെജിറ്റബിൾ വേസ്റ്റ്. അപ്പോൾ ഈ വെജിറ്റബിൾ വേസ്റ്റിന് മീതെ ഒരു പൊടി കിട്ടും ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് വെതറി അതിന് മീതെ കുറച്ച് കൊക്കോ പീറ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കണം. കാരണം ഇതിട്ട് കൊടുത്തില്ലെങ്കിൽ പുഴു വരും. അപ്പോൾ സാധാരണ ചിലവർ ഇങ്ങനെ വെക്കുമ്പോൾ പുഴു വരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു പുഴുവിനെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. അതായത് ഈ കൊക്കോ പീറ്റും ചാണകത്തിൻ്റെ ഒരു മിക്സാണ്, അതങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതുമല്ല. അപ്പോൾ ഇനി ഈ സ്ലറി കൊണ്ട് ഞാൻ നേർപ്പിച്ചിട്ട് ചെടിക്ക് ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് DTDC കൊറിയറിലേക്ക് പോകേണ്ടി വന്നു. കാരണം അവിടെ എനിക്കൊരു പ്ലാന്റ്സിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടെ അപ്പോൾ ഇനി അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ഓപ്പൺ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ടാവെന്ന് കരുതി. അപ്പോൾ ചായയൊക്കെ റെഡിയായി. അപ്പോൾ അതും കുടിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ കൊറിയർ വന്നത് തുറന്ന് നോക്കി. അത് തുറന്ന് നോക്കിയാൽ മാത്രം പോരല്ലോ, അപ്പോൾ ഇന്ന് തന്നെ അത് സെറ്റാക്കി വെക്കുകയും വേണം. അതപ്പോൾ ഇത് നടാനായിട്ട് അപ്പോൾ കുറച്ച് ടൈമും കൂടെ പോയി. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മണിമുല്ലയും പിന്നെ 2 ക്യാറ്റ്സ് ക്ലോയും അതുപോലെ തന്നെ 2 അതിൻ്റെ പേര് കല്യാണി മുല്ല. അപ്പോൾ ഇത് മണിമുല്ലയാണ്. ഇത് ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് പക്ഷെ നല്ല നീറ്റായിട്ടോ വന്നത്. ഇത് 2 ക്യാറ്റ്സ് ക്ലോ ആണ്. അപ്പോൾ ഇതിലൊരു മഞ്ഞ പൂക്കളുണ്ടാവും. കഴിഞ്ഞ ദിവസം കാണിച്ച മാതിരിയല്ല ഈ ഓൺലൈൻ വന്നത്. വളരെ ഫ്രഷായിട്ട് നല്ല ഭംഗിയിലാണ് എനിക്ക് കിട്ടിയത്. ഇതാണ് നമ്മുടെ കല്യാണി മുല്ല. ഇത് 2 എണ്ണം. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. സാധാരണ ഇത് നിറച്ച് കട്ടായിട്ട് മുല്ലപ്പൂ മരത്തെ പൂ ഉണ്ടാവും. കാട്ടുമുല്ല എന്നൊക്കെ പറയുന്നു തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഇതിന് ചെറിയ മണം ഉണ്ടാവും, പക്ഷെ നിറച്ചുണ്ടാവും. അപ്പോൾ എനിക്ക് പൂജയ്ക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞാനിതെല്ലാം ചെടിച്ചട്ടിയിൽ നട്ടു കൊടുത്തു. പിന്നെ ചെടിച്ചട്ടി ഇങ്ങനെ അഴുക്കായിട്ടിരിക്കണമെന്ന് വിചാരിക്കേണ്ട. അതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചത് ക്ലീനാക്കും. എല്ലാം അതിൽ നട്ടു കൊടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു കമ്പും കൂടെ വെച്ച് കൊടുത്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടത് ഇത് അഴുക്ക് ഇരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പോവും. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പക്ഷേ ഒരു കമ്പും കുത്തി കൊടുത്തു. പിന്നെ ഒരു കയറിട്ടൊന്ന് കെട്ടിയും കൊടുത്തു. ഇനി മഴയെങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒടിഞ്ഞ് വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് കെട്ടിക്കൊടുത്താണ്. കാരണം ഈ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒടിഞ്ഞ് തൂങ്ങി വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ചവറ് കത്തിക്കാനുണ്ടായിരുന്നു. അത് പുല്ലൊക്കെ വെട്ടിയ ചവറായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കത്തിച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് അതും ചെയ്തു. അതിനുശേഷം ഫ്ലോറിൽ നിറച്ച് മണ്ണും പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതുപോലെ ചെടിച്ചട്ടിയുടെ സൈഡിൽ ചെളിയടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുമൊക്കെ വെള്ളമൊഴിച്ച് കഴുകുകയാണ്. ഇത് കിണറ്റ് വെള്ളം കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്ലോറും നന്നായിട്ട് കഴുകി കൊടുത്തു. അപ്പോൾ അവിടെയൊക്കെ നീറ്റായി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ ചെടിക്കും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ചെയ്തത്. അതിനുശേഷം ഞാനൊന്ന് അടിച്ച് വാരിയിട്ടു വീട്. തുടച്ചൊന്നുമില്ല, കാരണം അപ്പം തന്നെ ഒരുപാട് സമയമായി. പിന്നെ വിളക്ക് കൊളുത്തേണ്ടൊക്കെ ടൈമായി. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താങ്ക് യു ഫോർ വാച്ചിങ്.